ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. വെൽക്കം ടു ടെയിൽസ് ഓഫ് നെജു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്മൂത്തിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു റെസിപ്പി യൂട്യൂബിൽ ആദ്യമായിട്ടായിരിക്കും ട്രൈ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി സ്മൂത്തിയാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ അവിലാണ് എടുത്തിട്ടുള്ളത്. ഈ അവിലൊരു 10 മിനിറ്റ് സോക്ക് ചെയ്ത ശേഷമുള്ളതാണ് കാണിക്കുന്നത്. നന്നായിട്ട് വെള്ളമൊക്കെ ഊറ്റിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഫ്രൂട്ട്സാണ്. ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും എടുക്കാം. ഞാൻ പൂവമ്പഴവും ഉറുമാമ്പഴവും ഗ്രീൻ മുന്തിരിയുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അവിൽ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് പാലല്ല എടുക്കുന്നത്, തേങ്ങാപ്പാലാണ്. ഒരു 2 കപ്പോളം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാൽ വേണമെങ്കിൽ പാലും എടുക്കാം. ഇനി തേങ്ങാപ്പാലിൽ നിന്ന് 1/4 ഭാഗം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/4 ഭാഗം എന്ന് പറഞ്ഞാൽ ആ അവിൽ നിൽക്കുന്ന ആ ഒരു ലെവലിൽ തന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇങ്ങനെ മാറ്റിയെടുക്കുമ്പോൾ ഇതിൽ 90% മാത്രം ബൗളിലേക്ക് മാറ്റിയെടുത്താൽ മതി. ബാക്കി 10% ആ ഒരു മിക്സി ജാറിൽ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പൂവമ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഏത് പഴം എടുത്താലും നല്ലതായിരിക്കും. അപ്പോൾ പൂവമ്പഴം ഒന്ന് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കളറിനും അതുപോലെ തന്നെ ഫ്ലേവറിനും വേണ്ടിയിട്ട് പിസ്ത എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. സ്ട്രോബെറി എസൻസോ ബദാം എസൻസോ അതൊക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് പിസ്ത എസൻസ് ആണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇതുപോലെ നല്ല കട്ടിക്ക് തന്നെ ബ്ലെൻഡായി കിട്ടിയിട്ടുണ്ട്. ഇനി നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഇതിലേക്കും ഒരു 2-3 ഡ്രോപ്സ് പിസ്ത എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പഞ്ചസാര കുറച്ചുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയായിട്ടുള്ള തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് എസൻസൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫ്രൂട്ട്സുകളൊന്ന് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുന്തിരിയും അതുപോലെ പഴവും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വേറെ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അതും ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ ബൗളിൽ ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്തപ്പോൾ നല്ല തിക്കായി വന്നതുകൊണ്ടാണ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് ഇതാ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല കട്ടിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്മൂത്തിയുടെ റെസിപ്പിയാണ്. ഇനി ഇത് 2 ഗ്ലാസ്സിലേക്കായിട്ട് സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നേരത്തെ കട്ട് ചെയ്തിരുന്ന ബാലൻസ് ഉള്ള ഉറുമാനും അതുപോലെ തന്നെ മുന്തിരിയും ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ഐഡിയക്കനുസരിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്കൊന്ന് 2 ഓറിയോ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല വെറൈറ്റിയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയും ആയിട്ടുള്ള സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. ഇത് തണുപ്പിച്ചും അല്ലാതെ തന്നെയും കഴിക്കാം. ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്മൂത്തി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.